തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ CPM-ന് കിട്ടിയത് ഒന്നാന്തരം 8-ന്റെ പണിയാണ്. സാധാരണ ഇങ്ങനെ നാണം കെട്ട് തോറ്റാൽ എന്താ ചെയ്യുക? എല്ലാവരും ഇരുന്ന് ആലോചിക്കും, തെറ്റുകൾ തിരുത്തും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മുടെ സഖാക്കൾ അങ്ങനെയല്ല. തോറ്റ് നാണക്കേട് മാറ്റാൻ അവർ ഇപ്പോൾ ഒത്തുകൂടി പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്പരം തല്ലി നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ എന്താണ് കേട്ടത്? അച്ചടക്കത്തിന്റെ ഇരുമ്പുകൂടാണ് പാർട്ടി. നേതാക്കൾ പറയുന്നത് അണികൾ കണ്ണുപൂട്ടി കേൾക്കും. സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചോദിക്കാതെ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുമെന്നൊക്കെയല്ലേ? എന്നാൽ ആ ഇരുമ്പുകൂടിന്റെ താക്കോൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ നേതാക്കളുടെ കസേര തെറിപ്പിക്കാൻ താഴെയുള്ള സഖാക്കൾ തന്നെ വടിയുമെടുത്ത് പരസ്യമായി ഇറങ്ങിയിട്ടുണ്ട്. വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുതെന്ന് അണികളെ പഠിപ്പിച്ച വലിയ നേതാക്കൾ ഇപ്പോൾ സ്വന്തം അധികാര കസേര സംരക്ഷിക്കാൻ വേണ്ടി അടിയോടടി നടത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് വഴങ്ങാത്ത മറ്റ് ജില്ലകളിലെ നേതാക്കളെ വെട്ടിനിരത്തുന്ന, സ്വന്തക്കാരെ മാത്രം തിരികെ കയറ്റുന്ന പഴയ കളി ഇനി ഇവിടെ നടക്കില്ലെന്ന് ജില്ലാ കമ്മിറ്റികൾ ഓരോന്നായി പ്രഖ്യാപിക്കുകയാണ്. വലിയ നേതാക്കളെല്ലാം കൂടി പാർട്ടിയെ ഇപ്പോൾ ICUവിലാക്കിയെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള കേൾവി. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര കസേരകളിൽ സംഭവിക്കുന്നത്? ഇവർ എങ്ങനെയാണ് പരസ്പരം ട്രോളുന്നത്? നമുക്ക് നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, തോറ്റ് പാൾസായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന അവസ്ഥയിലും ആ ഒരു പ്രതിപക്ഷ നേതാവ് കസേര വിട്ടുകൊടുക്കാൻ മുകളിൽ ഇരിക്കുന്നവർക്ക് ഒട്ടും താല്പര്യമില്ല. അധികാരം എവിടെയുണ്ടോ അവിടെ താൻ വേണമെന്ന വാശിയിലാണ് പിണറായി വിജയൻ വീണ്ടും കസേര വലിച്ചിട്ടിരിക്കുന്നത്. ഈ കസേര കളി കണ്ട് സഹികെട്ടാണ് കൊല്ലത്തെ സഹാക്കൾ ഇപ്പോൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവിടെ യോഗത്തിൽ പങ്കെടുത്ത ഒരാളൊഴികെ ബാക്കി എല്ലാവരും കൂടി വേദിയിലിരുന്ന വലിയ നേതാക്കളെ അങ്ങ് വലിച്ചു കീറുകയായിരുന്നു. ഇവിടുത്തെ യഥാർത്ഥ തല്ല് എന്താണെന്ന് വെച്ചാൽ, KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ പുള്ളി നാളെ പാർട്ടിയുടെ വലിയ കസേരയായ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ ആ ഒരൊറ്റ കൺട്രോൾ കൈവിട്ടു പോകും. ആ ഒരു പേടി കൊണ്ടാണ് ഇവിടുത്തെ ഈ വെട്ടിനിർത്തൽ മത്സരം നടക്കുന്നതെന്ന് താഴെത്തട്ടിലെ സഖാക്കൾ തന്നെ പച്ചയായി വിളിച്ചു പറയുന്നു. ഇവിടെ ആരെയും പൊക്കി പറയേണ്ട കാര്യമില്ല. കാരണം അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയിൽ ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. ഇനി ഇവരുടെ ഈ ഇരട്ടത്താപ്പ് കണ്ടാൽ ട്രോളന്മാർക്ക് പോലും വട്ടുപിടിക്കും. ജനങ്ങളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്പർ 1 ആരോഗ്യ രംഗമെന്ന് തള്ളിച്ചവർക്ക് ഒരസുഖം വന്നപ്പോൾ നേരെ അമേരിക്കയിലോ മറ്റോ വണ്ടി ഇട്ടു. അതേസമയം ഇവിടെയുള്ള സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ച് ചികിത്സിച്ചവരെ തഴഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ കടുത്ത അവമതിപ്പുണ്ടാക്കിയ പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും കസേരകളിൽ പ്രതിഷ്ഠിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് സഹാക്കൾ തന്നെ തുറന്നടിക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ ഒരു നയവും സ്വന്തം കാര്യം വരുമ്പോൾ വേറൊരു നയവും. തിരുവിതാംകൂറിലെ പഴയ ഏകാധിപതികളുടെ ഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വലിയ നേതാക്കൾക്ക് താഴെയുള്ളവർ കടുത്ത ഭാഷയിൽ ട്രോളുകൾ ഇറക്കുന്നത്. മുൻപ് പുതുമുഖ സമവാക്യം എന്ന പേരും പറഞ്ഞ് KK ശൈലജയെയും തോമസ് ഐസക്കിനെയും പോലുള്ള അവരെ വെട്ടിമാറ്റിയപ്പോഴും ചിലർക്ക് മാത്രം വലിയ ഇളവുകൾ അനുവദിച്ചു കൊടുത്തു. ഇത്തവണയും ആ ശൈലി തുടരുന്നത് പുതിയ തലമുറയെ വളരാൻ അനുവദിക്കാത്ത ധാർഷ്ട്യമാണെന്നാണ് വിമർശനം. കണ്ണൂരിൽ കനത്ത തോൽവി വാങ്ങിക്കൂട്ടാൻ കാരണം മറ്റാരുമല്ല, പാർട്ടിയുടെയും സെക്രട്ടറിയുടെയും സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ നെപ്പോട്ടിസം നയം കൊണ്ടാണെന്നും MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാണ് അവിടെ തോറ്റതെന്നും നേതാക്കൾ മുഖത്തു നോക്കി ചൂണ്ടിക്കാണിച്ചു. CPM വലിയ നേതാക്കളൊക്കെ വേദിയിൽ ഇരിക്കുമ്പോഴാണ് പരസ്പരം ചെളി വാരിയെറിയുന്ന ഈ ആഭ്യന്തര വിമർശനങ്ങൾ ഉയർന്നത് എന്നത് സംഭവത്തിന്റെ കോമഡി കൂട്ടുകയാണ്. ഇനി പത്തനംതിട്ടയിലേക്ക് നോക്കിയാൽ കഥ ഇതിലും ഗംഭീരമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി വിപ്ലവ പാർട്ടി ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അബദ്ധത്തിൽ ചാടിയ നാണക്കേടിലാണ് അവിടുത്തെ സഹാക്കൾ. ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത ഈ പരിപാടി പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമായി പോയെന്നും തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയായുമെന്നുമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. വോട്ട് ബാങ്ക് തകർന്നപ്പോൾ അയ്യപ്പന്റെ ശരണം വിളി വരെ ഏറ്റെടുക്കേണ്ടി വന്ന അവസ്ഥ. അത് മാത്രമാണോ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ ഉയർന്ന ആ സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ പാർട്ടി എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയും എടുത്തില്ല എന്നും അണികൾ ചോദിക്കുകയാണ്.
ഇനി വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ പുകയുന്നത്. പത്തനംതിട്ടയും കണ്ണൂരും കഴിഞ്ഞപ്പോൾ ഇതാ കൊല്ലം ജില്ലാ കമ്മിറ്റിയും പരസ്യമായി ലീഡർഷിപ്പിന് നേരെ വാളെടുത്തിരിക്കുകയാണ്. ആരെയും പൊക്കി പറയേണ്ട കാര്യമില്ല. കാരണം ഈ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയിൽ എല്ലാവരും ഒരുപോലെ മുന്നേറുകയായിരുന്നു. ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട ഈ നേതൃത്വം സ്വയം ഒഴിഞ്ഞു പോയെങ്കിൽ അണികൾ ചേർന്ന് പുറത്താകുമെന്ന വ്യക്തമായ സൂചനയാണ് ഈ യോഗങ്ങളെല്ലാം നൽകുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുമ്പോൾ കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കടിപിടി വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്ക് വഴിമാറുമെന്നതിൽ സംശയമില്ല. ഇനിയും യോഗ്യരായ നേതാക്കളെ വെട്ടിനിരത്താനാണ് ഭാവമെങ്കിൽ പാർട്ടിയിൽ വലിയൊരു പിളർപ്പ് തന്നെ നമ്മൾ കാണേണ്ടി വരും. ക്യാപ്സ്യൂളുകൾ കൊണ്ട് ഇനി ആ ആഭ്യന്തര തീയണയ്ക്കാൻ പാർട്ടിക്കാർക്ക് പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ടാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ആ ഒരു പ്രത്യേക ഭാവം. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത ഷോക്കിൽ നിന്നും അണികൾ പോലും ഇതുവരെയും മുക്തരായിട്ടില്ല. അപ്പോഴാണ് എനിക്ക് യാതൊരു കുലുക്കവുമില്ല എന്ന മട്ടിലുള്ള ആ ഇരിപ്പ്. പണ്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പത്രസമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കുന്ന ആക്രോശിച്ച അതേ ധാർഷ്ട്യം ഇപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ സഹാക്കൾ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഭരണത്തിലിരുന്നപ്പോൾ കാണിച്ച ആ വലിയ വീരവാദങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? ജനങ്ങൾ വോട്ട് ചെയ്യാതെ വീട്ടിലിരുത്തിയപ്പോഴും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ മാറി നിൽക്കാൻ മടിയുള്ള ഈ ക്ലാസിക് ശൈലി പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്വന്തം ഇമേജ് കൂട്ടാൻ വേണ്ടി കോടികൾ പൊടിച്ച് PR വർക്കുകൾ നടത്തിയിട്ടും ഒടുവിൽ പെട്ടു തുറന്നപ്പോൾ പൂജ്യം കിട്ടിയ നാണക്കേടിലാണ് അണികൾ. എന്നിട്ടും തോൽവിയുടെ കാരണം ജനങ്ങളുടെ ബോധമില്ലായ്മയാണെന്ന് വരുത്തി തീർക്കാനുള്ള നേതാക്കളുടെ ഈ ക്യാപ്സ്യൂൾ ഫാക്ടറി കളി കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഇനി ഇതിനേക്കാൾ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ഇപ്പോൾ ആരെയും പേടിയില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ കണ്ണുരുട്ടിയാൽ അണികൾ വായ തുറക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊല്ലത്തും പത്തനംതിട്ടയിലും നടന്നത് കണ്ടില്ലേ? വലിയ നേതാക്കൾ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ താഴെ ഇരുന്ന് സഹാക്കൾ കൂവാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ച് വോട്ട് വാങ്ങിത്തരും, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എയർ കണ്ടീഷണർ റൂമിലിരുന്ന് ഭരിക്കും, തോറ്റാൽ കസേര വിട്ടുതരികയുമില്ല എന്ന നേതാക്കളുടെ ഈ പിടിവാശിക്ക് നേരെയാണ് അണികൾ ഇപ്പോൾ വിസിലടിക്കുന്നത്. അതുമാത്രമല്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദന്റെ അവസ്ഥയും ഇതിലും പരിതാപകരമാണ്. ക്യാപ്റ്റനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ വന്ന് മൈക്കിന് മുന്നിൽ പറയുന്ന ന്യായീകരണങ്ങൾ കേട്ടാൽ ട്രോളന്മാർക്ക് പോലും പണിയില്ലാതെയാകും. തോൽവി താൽക്കാലികമാണ് സഹാക്കളെ, ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച് ശരിയാക്കുമെന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ ആളുകൾക്ക് പോലും ദഹിക്കുന്നില്ല. നേതാക്കൾ പരസ്പരം പാരവെക്കുന്ന ഈ അടിയുടെ ഇടയിൽ പാവം അണികൾ ഏത് ക്യാപ്സ്യൂൾ വിഴുങ്ങണമെന്നറിയാതെ സോഷ്യൽ മീഡിയയിൽ വലയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നേതാക്കൾ തമ്മിലുള്ള ഈ കസേരകളി കൊണ്ട് CPM ഇപ്പോൾ സ്വയം ഒരു വലിയ ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. നേതാക്കളുടെ ഈ ഒരു കളി കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നത് ആർക്കാണെന്നറിയാമോ? പാവം നമ്മുടെ സൈബർ സഹാക്കൾക്കാണ്. പാവങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് സ്വന്തം നേതാക്കളെ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പുതിയ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇവർ രാവിലെ ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂൾ വൈകുന്നേരമാകുമ്പോഴേക്കും നേതാക്കൾ തന്നെ പരസ്യമായി പൊട്ടിച്ചു കളയും. അണികൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പാർട്ടി ഒന്നാണ്, ശക്തമാണെന്ന് പോസ്റ്റ് ഇടുമ്പോൾ ദാ വരുന്നു ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള അടുത്ത തല്ലിന്റെ വാർത്ത. അവസാനം ഏത് ക്യാപ്സ്യൂൾ എടുത്ത് ആര് ന്യായീകരിക്കണമെന്നറിയാതെ സോഷ്യൽ മീഡിയയിലെ പാവം അണികൾ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. താഴെത്തട്ടിലെ അണികൾ ഒന്നടങ്കം തിരിഞ്ഞുകൊത്തുമ്പോൾ ഈ കസേര കളി വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്കാണ് CPMനെ കൊണ്ടുപോകുന്നത്. കാലം മാറിയതറിയാതെ ഇപ്പോഴും പഴയ ഏകാധിപത്യ ശൈലിയും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ വലിയൊരു പിളർപ്പ് തന്നെ നമ്മൾ കാണേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.